തിരിച്ചെത്താം ചർച്ചയിലേക്ക്. ശ്രീ ജെ ആർ പത്മകുമാർ, താങ്കളെ ഞാൻ കുറച്ചൊരു പഴയ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ആർ ശങ്കർ പ്രതിമ അനാച്ഛാദനം 2015 ഡിസംബർ 15 സ്വകാര്യ പരിപാടിയാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പരിപാടി. ആ പരിപാടിയിൽ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി ഒക്കെ പങ്കെടുക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പേര് വെച്ചുകൊണ്ട് കത്ത് തയ്യാറാക്കി എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം പെട്ടെന്ന് ഒരു ദിവസം സി എമ്മിൻ്റെ അടുത്തേക്ക് കെ ബാബു വഴി സന്ദേശമെത്തുകയാണ്, അദ്ദേഹം പങ്കെടുക്കരുത് എന്ന്. അത് വെള്ളാപ്പള്ളി നടേശൻ പുറത്ത് മാധ്യമങ്ങളോട് പറയുന്നത് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട്, ആ പരിപാടിയിൽ ഇവരുടെ തന്നെ ആളുകൾ തന്നെ യുവജന സംഘടന പ്രതിഷേധമുണ്ടാക്കും, അങ്ങനെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ പ്രതിഷേധം ഉണ്ടാകരുതല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഒഴിഞ്ഞു നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടോ എന്ന് DGPയോട് ചോദിക്കുന്നു. DGP പറയുന്നു അങ്ങനെയില്ല എന്ന്. മാത്രമല്ല PMOയിൽ നിന്ന് അസാധാരണമായി തുടർച്ച വിളികൾ വരികയാണ് മുഖ്യമന്ത്രിക്ക്. താങ്കൾ പങ്കെടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. താങ്കൾ വരുന്നില്ലല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം മുഖ്യമന്ത്രി നിശ്ചയിക്കുകയാണ് താൻ പോകേണ്ടതില്ല എന്ന്. പിന്നീട് വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയെ വിളിച്ച് സ്വകാര്യമായി പിന്നീട് പറയുകയാണ് അത് മറ്റൊരു പ്രശ്നമാണ്, അതിൽ വിവാദം ഉണ്ടാക്കരുത്, താങ്കൾ വരാതിരുന്നാൽ കൊള്ളാമെന്ന്. അപ്പോൾ ഇത് ആദ്യം നടക്കുന്ന കാര്യമല്ല. പ്രധാനമന്ത്രിക്ക് അങ്ങനെ ചില താല്പര്യങ്ങളുണ്ട്. പരിപാടി ഹൈജാക്ക് ചെയ്യപ്പെടുമോ, ഇന്ന ആൾ വന്നാൽ പ്രശ്നമുണ്ടാകുമോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊരു സ്വകാര്യ പരിപാടിയാണ്. അതിൽ ആർക്ക് വരണം വേണ്ട തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസല്ല. പ്രധാനമന്ത്രി വരണോ വേണ്ടെന്ന് മാത്രമേ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിന്റെ സംഘാടകർ പറയട്ടെ. രാജ്നാഥ് സിംഗും റൂഡിയും പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് അസൗകര്യമുണ്ടെന്ന് അറിയിച്ചു എന്നാണ്. അപ്പോൾ പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചു. അല്ലല്ലോ, അത് താങ്കൾ അങ്ങനെ പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് പറയേണ്ട ആള് ആ സംഘടിപ്പിച്ച സംഘാടകരാണ്, അവർ പറയട്ടെ, അപ്പൊ ഞങ്ങൾ മറുപടി പറയാം. പിന്നെ താങ്കൾ പഴയ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നത് പറയട്ടെ, അപ്പോഴും ഞങ്ങൾ മറുപടി പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ വേറെ കാര്യം കൂടി, കുറെ പഴയ കാര്യങ്ങളോട് ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. ഈ പ്രധാനമന്ത്രി ശിവഗിരിയിൽ വന്നപ്പം ഒരൊറ്റ ആൾ പങ്കെടുക്കില്ല, പ്രതിപക്ഷ നേതാവ് പോലും അന്ന് മുഖ്യമന്ത്രിയായിരുന്നു, വന്നപ്പോൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് ബഹിഷ്കരിച്ച് ഹർത്താൽ നടത്തി. അമൃതാനന്ദമയി ആശ്രമത്തിൽ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അന്ന് വന്ന ആളുകളെല്ലാം പിരിച്ചുവിട്ടു. എന്നിട്ട് കായൽ സമരം, KPMSന്റെ സമരം, ഒരു വാർഷിക ആഘോഷം നടന്നപ്പോൾ, എറണാകുളത്ത് നടന്നപ്പോൾ അന്ന് അതിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞാൽ ഈ നേതാക്കന്മാരെല്ലാം അന്ന് അതിൽ നിന്ന് വിട്ടുനിന്നു. കാര്യം മോഡി പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. മോഡി അന്ന് ഒരു മുഖ്യമന്ത്രിയാണ്, ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. ആ പറഞ്ഞവരാണ് ഇന്ന് ഈ വലിയ ആവേശം കാണിക്കുന്നത്. അന്ന് മുഖ്യമന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ്, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ഒക്കെ ഒരുപോലെ തന്നെ. മുഖ്യമന്ത്രി ഇവിടെ അംഗീകരിക്കണമെന്നില്ല. വിശ്വനാഥ് അന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ശക്തമായ പ്രതികരണം, മാന്യമായ മൗനം പാലിച്ചു. അന്ന് ശക്തമായി പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഒരു മിനിറ്റ് ശ്രീ PC വിഷ്ണുനാഥ് പറയട്ടെ. ശ്രീ PC വിഷ്ണുനാഥ് പറയൂ, എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി അതിൽ കൃത്യമായ ഒരു പ്രതികരണം നടത്താഞ്ഞത്? എന്താണെന്ന് അറിയില്ല, തന്നെ ഒഴിവാക്കിയെന്നൊരു മാന്യമായ പ്രതികരണത്തിൽ അത് ഒതുക്കിയത് എന്തുകൊണ്ടാണ്? ശ്രീ PC വിഷ്ണുനാഥ്. അത് സ്വകാര്യ ചടങ്ങായതുകൊണ്ട് മാത്രമാണ്. കാരണം ഒരു സ്വകാര്യ ചടങ്ങിലേക്ക് ക്ഷണിച്ച ഒരു വ്യക്തി അത് അദ്ദേഹത്തിൻ്റെ മേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദമുണ്ടെന്നും മുഖ്യമന്ത്രി പങ്കെടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞതെന്നാണ് ഞാനും പിന്നീട് സ്മൃതി പറഞ്ഞ പോലെ മനസ്സിലാക്കിയത്. അപ്പോൾ അവിടെ ശ്രീ ഉമ്മൻചാണ്ടി കാണിച്ച ഒരു ഔചിത്യം പോലും ഇത്തരം കാര്യങ്ങളിൽ കാണിക്കുന്നില്ല. പിന്നെ ശ്രീ പത്മകുമാർ, ഗുജറാത്ത് മുഖ്യമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയും 2 പ്രോട്ടോക്കോളാണ്, മനസ്സിലായില്ലേ? ഗുജറാത്ത് മുഖ്യമന്ത്രി കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ ആൾക്കാരെല്ലാം പോകണമെന്ന് നിയമമല്ലോ. ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് അത് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾക്കില്ലേ? അന്ന് മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എല്ലാവരും നിലപാടെടുത്തു. അതേ നരേന്ദ്രമോദി തന്നെ ഇന്ന് പ്രധാനമന്ത്രി. മധ്യപ്രദേശിലും ഒക്കെ തടയാൻ നടന്ന നിങ്ങള് മംഗലാപുരത്തും തടയാൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച് നിങ്ങൾ തന്നെ അത് പറയണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തല വെട്ടുമെന്ന് പറഞ്ഞവരല്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തല വെട്ടിയാൽ ഒരു എപ്പോഴും നരഹത്യ, ഗുജറാത്ത്
എം വി ജയരാജൻ കേൾക്കാമോ? ശ്രീ എം വി ജയരാജൻ, ഇതൊക്കെ യാഥാർത്ഥ്യമാണല്ലോ. ശ്രീ എം വി ജയരാജൻ കേൾക്കുന്നുണ്ടോ? അതായത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നാളെ ഈ പ്രസ്താവന തിരുത്തേണ്ടി വരും എന്നാണ് JR പത്മകുമാർ പറയുന്നത്. എല്ലാ തവണയും അദ്ദേഹം പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ചില പ്രതികരണങ്ങൾ നടത്തുന്നു, മുഖ്യമന്ത്രി തിരുത്തുന്നു. അതിലേക്ക് പോകുമോ ഈ വിഷയവും? അല്ല, ഈ SPGയുടെ മറ്റും ഒരു പുതുക്കിയ ലിസ്റ്റ് ഉണ്ടെന്ന് നേരത്തെ പത്മകുമാർ പറഞ്ഞല്ലോ. ആ ലിസ്റ്റ് നിങ്ങളുടെ ചാനലിലൂടെ മലയാളികളെ കാണിച്ചാൽ പ്രശ്നം തീർന്നല്ലോ. കുമ്മനം രാജശേഖരനെ മെട്രോ യാത്രയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു, രമേശ് ചെന്നിത്തല അടക്കമുള്ളവരെ ഒഴിവാക്കിക്കുന്നു എന്ന ആ ലിസ്റ്റ് കാണിച്ചാൽ ആരൊക്കെ അതിൽ പെടുന്നു ആരൊക്കെ ഇല്ല എന്ന് കേരളത്തിന് മനസ്സിലാവും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുമ്മനം രാജശേഖരൻ അദ്ദേഹത്തിന്റെ പാർട്ടി നേതാവായ പ്രധാനമന്ത്രി സംസ്ഥാനത്ത് വരുമ്പോൾ പോയതിലോ അവിടെ കൂടെ ഫംഗ്ഷനിൽ ഇരുന്നതിലോ എല്ലാ പെശക് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കൊങ്കൺ ശ്രീധർ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ മെട്രോമാൻ ഒഴിവാക്കിയതിനാണ് പ്രതിഷേധം. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി വികസനത്തിലും കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തതോടുകൂടി നൽകുന്ന ഒരു സന്ദേശമില്ലേ? ഇവിടെ ഇപ്പൊ പത്മകുമാറും റിയാസും അതുപോലെ വിഷ്ണുവും ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടിയിലും പെട്ടവർ യോജിച്ച് കേരളത്തിന്റെ സർവതോമുഖമായ വികസനത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ ഇനിയെങ്കിലും തങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ തിരുത്തി എന്നിട്ട് ശരിയായ രീതിയിൽ പോയാൽ നമുക്ക് യോജിക്കാമല്ലോ. ശ്രീ എം വി ജയരാജൻ, അങ്ങനെയെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി മെട്രോ ഉദ്ഘാടനത്തിന്റെ പ്രസംഗത്തിൽ മെട്രോയുടെ ശോഭ കെടുത്താൻ വിവാദങ്ങൾ ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്, അതിവിടെ പരാജയപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെ ആരാണ് ശ്രമിച്ചത് എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഇനി വിവാദങ്ങളുമായി പോകാൻ നേരമില്ല. വികസനത്തിനാണ് ഇനി നേരം കണ്ടെത്തേണ്ടത്. അതാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ സത്ത. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇപ്പൊ വിവാദങ്ങളല്ല വേണ്ടത് നമുക്ക്. അതുകൊണ്ടാണ് മന്ത്രിമാരെല്ലാം ചേർന്ന് പ്രധാനമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തത്. 19 ആവശ്യങ്ങളാണ് അതിലുള്ളത്. ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മുതൽ റബ്ബർ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ വരെയുള്ള വിവിധ കേരളീയ ജനവിഭാഗങ്ങളുടെയും നാടിന്റെയും പ്രശ്നങ്ങളടങ്ങിയ നിവേദനം 19 മന്ത്രിമാരും ചേർന്ന് പ്രധാനമന്ത്രിക്ക് കൊടുക്കുകയും പ്രധാനമന്ത്രി അത്തരം വികസന കാര്യങ്ങളോട് കേരള എടുക്കുന്ന ശ്രമങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്ത പുതിയ പശ്ചാത്തലത്തിൽ വേണം പത്മകുമാർ കാര്യങ്ങളെ കാണാൻ. രാഷ്ട്രീയം നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അല്ല, താങ്കൾ കടകംപള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. കടകംപള്ളിയെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. SPGയുടെ ലിസ്റ്റ് പത്മകുമാർ ഇപ്പൊ തന്നെ പ്രസിദ്ധീകരിച്ച. ഞാനല്ല പ്രസിദ്ധീകരിക്കേണ്ടത്, നിങ്ങൾ മുഖ്യമന്ത്രി അല്ല കേരള പോലീസ് ചീഫിനോട് ചോദിക്കുക, ഇത്തരത്തിലൊരു ഇൻഫർമേഷൻ അവർക്കുണ്ടായിരുന്നോ? ഇതില്ല, ഉണ്ടായിരുന്നോ? മുഖ്യമന്ത്രിക്ക് ക്രമസമാധാനത്തിന്റെ ചുമതലയുണ്ടല്ലോ, മുഖ്യമന്ത്രി ക്രമസമാധാന ചുമതലയുണ്ടല്ലോ. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കേരള പോലീസ് ചീഫിനോട് ഞാൻ ചോദിച്ചു. അവിടെയും മെട്രോ യാത്രയിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരെ ഒഴിവാക്കി കുമ്മനത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലിസ്റ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ ലിസ്റ്റ് താങ്കൾ പ്രസിദ്ധീകരിച്ച ഞങ്ങൾക്ക് കൂടി. സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് മറിച്ചായിരുന്നു. തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തിരിച്ചെത്താം. ഇനി 1 മിനിറ്റും കൂടിയുള്ളൂ. ശ്രീ CR നീലകണ്ഠൻ, വികസനത്തിൽ രാഷ്ട്രീയം വേണ്ട, അത് മറന്നുള്ള ഐക്യപ്പെടൽ വേണമെന്ന് വെങ്കയ്യ നായിഡുവും പറയുന്നു, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും പറയുന്നു. അങ്ങനെ ഒരു ഐക്യപ്പെടൽ കേരളത്തിലും കേന്ദ്രത്തിനും തമ്മിൽ ഉണ്ടാകുമോ? അല്ല, അങ്ങനെ ഐക്യപ്പെടലൊക്കെ ഉണ്ടാവണം. ശരിയായ വികസനത്തിന് യോജിപ്പുണ്ടായി തന്നെ പോകണം. കാരണം എല്ലാ ഫണ്ടും ചേർത്തിട്ടാണല്ലോ ഇതൊക്കെ ജനങ്ങളുടെ ഫണ്ടാണല്ലോ. ഇതിപ്പോൾ കേന്ദ്രത്തിൻ്റെ ഫണ്ടായാലും സംസ്ഥാനത്തിൻ്റെ ഫണ്ടായാലും ജനങ്ങളുടെ ഫണ്ടാണ്. നമ്മൾ കൊടുക്കുന്ന നികുതിയാണ് ഇവർ പങ്കുവച്ചെടുക്കുന്നത്. പക്ഷേ ഞാൻ BJPയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തെ ബഹുമാനിക്കുന്ന ഒരു കക്ഷി എന്നുള്ള നിലയ്ക്ക് ഞാൻ അവരെ കാണുന്നില്ല. കാരണം നമ്മൾ ഡൽഹിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയോട് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. അവിടുത്തെ മുഖ്യമന്ത്രി അംഗീകരിക്കാൻ കഴിയാത്തൊരു പ്രധാനമന്ത്രിയാണ്. ഡൽഹിയിലായതുകൊണ്ടാവും ചിലപ്പോൾ. ഞാൻ പറഞ്ഞു വന്നത് അതല്ല വേണ്ട സമീപനം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് യോജിച്ച സമീപനം തന്നെയാണ് വേണ്ടത്. വ്യത്യസ്ത പാർട്ടികൾ ഇന്ത്യയിൽ ഉണ്ടാവും, വ്യത്യസ്ത കക്ഷികളുണ്ടാവും, വ്യത്യസ്ത നിലപാടുകളുണ്ടാവും. ആ നിലപാടുകൾക്ക് അപ്പുറത്ത് നിന്ന് യോജിക്കാൻ കഴിയണം. പക്ഷെ അവിടെയും രാഷ്ട്രീയം കൃത്യമായി പറയും. പക്ഷെ അതിനപ്പുറത്ത് വികസനത്തിൽ വരണം. അതിനോട് ഞാൻ യോജിക്കുന്നു. പുതിയ പട്ടിക BJP തന്നെ പുറത്തുവിട്ടാൽ വിഷയം അവസാനിക്കുകയാണ്. ശ്രീ JR പത്മകുമാർ, നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇനി ചോദ്യോത്തരം കാണാം.